നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം മുതൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2025 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 70 മാർക്ക് ഉറപ്പിക്കുന്ന വർക്കൗട്ട് ബാച്ച് തുടങ്ങുകയാണ്. അപ്പോൾ വർക്കൗട്ട് ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ദിവസമാണിത്. ഇതിൻ്റെ നോട്ട്സ്, ഇതിൻ്റെ പരീക്ഷ ഇന്ന് തന്നെ PSC ഇൻഫ്ലുവൻസറിൻ്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുകൂടി അറ്റൻഡ് ചെയ്യുക, PDF വായിക്കുക. അപ്പോൾ എല്ലാവർക്കും 2025 അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 5 റാങ്കിനുള്ളിൽ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, 5 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് എക്കണോമിക്സ്. എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് ആണ് നമ്മുടെ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, 10th ലെവൽ മെയിൻസ്, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിഫോം തസ്തികകളായിട്ടുള്ള CPA ഉൾപ്പെടെയുള്ള യൂണിഫോം തസ്തികയ്ക്കെല്ലാം കോമൺ ആകുന്ന ഒരു ഏരിയ ആണല്ലോ എക്കണോമിക്സ്. അതിൽ ധനതത്വ ശാസ്ത്രം എന്നാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ന്യൂജൻ ചോദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ പണപ്പെരുപ്പ സമയത്ത് RBI എടുക്കുന്ന പണനയത്തിന്റെ ഉപകരണങ്ങളിൽ പെടാത്തത്. നമ്മളൊരു ഹൈ സ്റ്റാൻഡേർഡ് പരീക്ഷാ ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്ത് അത് റിവൈസ് ചെയ്ത് പോയാൽ നമുക്ക് എത്ര ഡെപ്തിൽ ചോദ്യം വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതല്ലാതെ ബേസ് മാത്രം പഠിച്ചോണ്ട് പോകുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം, ബേസ് വന്നാലും എഴുതാൻ പറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഡിഗ്രി നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആദ്യം നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പണപ്പെരുപ്പ സമയം. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണപ്പെരുപ്പം എന്ന് പറയുന്ന വാക്ക് എക്കണോമിക്സിൽ പഠിക്കേണ്ടതാണ്. RBI എന്നറിയപ്പെടുന്ന വാക്ക് എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന 4 ഓപ്ഷൻ കൊടുത്തപ്പോണ്ട് ആൻസറിലേക്ക് വരുന്നതിന് മുമ്പേ എന്താ പണപ്പെരുപ്പം ലോജിക്ക് മാത്രം ഓർത്തു വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഒത്തിരി പണം പെരുകിയിരിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പണം പെരുകിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? പണത്തിന്റെ അളവ് കൂടുതലെന്നല്ലയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി സാധനങ്ങളുണ്ട്, ഒത്തിരി സൈക്കിളുണ്ട്, അപ്പൊ സൈക്കിളിന്റെ അളവ് കൂടുതലാ. ഒത്തിരി ഷർട്ടുണ്ട്, അപ്പൊ ഷർട്ടിന്റെ അളവ് കൂടുതലാ. അല്ലെങ്കിൽ ഒത്തിരി പണമുണ്ട്, പണത്തിന്റെ അളവ് കൂടുതലാ. അപ്പൊ ഒന്നിന്റെ അളവ് കൂടുതലാകുമ്പം നമുക്ക് അതിനോടുള്ള മൂല്യം കുറവല്ലയോ? ആയിരിക്കും. അപ്പൊ പണത്തിന്റെ അളവ് കൂടുതൽ, അപ്പൊ സാധനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ സാധനങ്ങളുടെ അളവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും കയ്യിലൊക്കെ ഒത്തിരി സൈക്കിൾ ഉണ്ടെന്നേ. എവിടെ പോകാനും ഡിഫറെന്റ് വ്യത്യസ്തമായിട്ടുള്ള സൈക്കിൾ ഉണ്ട് എങ്കിൽ സൈക്കിളിനോടുള്ള ഒരു വാല്യൂ എനിക്ക് കുറവായിരിക്കും. കാരണം എന്താ? എല്ലായ്പ്പോഴും സൈക്കിൾ ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു 100 കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ 100 ബെൻസ് കാർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബെൻസ് 100 കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഓൾട്ടോ, എന്തും ആയിക്കോട്ടെ, ഏത് കാർ ആയിക്കോട്ടെ, ഓഡി കാർ ആയിക്കോട്ടെ, ബെൻസ് ആയിക്കോട്ടെ, ഓൾട്ടോ കാർ ആയിക്കോട്ടെ, മാരുതി 800 ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ധാരാളം ഉണ്ടെങ്കിൽ അതിനോടൊരു വാല്യൂ കുറവായിരിക്കും. അതിനർത്ഥം ലോജിക്ക് ഇതാണ്, എൻ്റെ കയ്യിൽ പണം കൂടുതലാവുമ്പം പണത്തിന്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. ഒരു കോമൺ സെൻസ് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഇങ്ങനല്ല പ്രാക്ടിക്കൽ ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അത് കൂടെ പറഞ്ഞുതരാം. അപ്പൊ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ പണത്തിന്റെ അളവ് കൂടുതൽ, പണത്തിന്റെ മൂല്യം കുറവ്, സാധനങ്ങളുടെ വില കൂടുതൽ. എന്ന് വെച്ചാൽ എത്ര കണ്ട് സാധനങ്ങളുടെ വില കൂടിയാലും മേടിക്കാൻ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ട്? പണമുണ്ട്. അതാണ് പണപ്പെരുപ്പം. അപ്പൊ 3 കണ്ടീഷൻ ഓർത്തു വെക്കണം. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ പണത്തിന്റെ അളവ് കൂടുതൽ, പണത്തിന്റെ മൂല്യം കുറവ്, സാധനങ്ങളുടെ വില കൂടുതൽ. ഇപ്പൊ ഒരു സാധനം, ഒരു വാച്ചിന് 1000 രൂപയാണ്, നമ്മുടെ കയ്യിൽ 1000 രൂപ പെരുകിയിരിക്കുവാണെന്നേ. അപ്പൊ നമുക്ക് വില കൂടിയാലും പോയി മേടിക്കാം. അതാണ് ലോജിക്ക്. നേരെ തിരിച്ച് പണച്ചുരുക്കം എന്ന് പറഞ്ഞാൽ പണത്തിന്റെ അളവ് കുറവ്. അപ്പൊ എൻ്റെ വീട്ടിൽ ഈ പറയുന്ന കാറിന്റെ എണ്ണം കുറവ്, അല്ലെങ്കിൽ ലോറിയുടെ എണ്ണം കുറവ്, സൈക്കിൾ ഇല്ല എങ്കിൽ വാല്യൂ കൂടും. അപ്പൊ പണത്തിന്റെ അളവ് കുറയുന്നതിനെയാണ് പണച്ചുരുക്കം എന്ന് പറയുന്നത്. പണച്ചുരുക്ക സമയത്ത് പണത്തിന്റെ അളവ് കുറവായിരിക്കും, പണത്തിന്റെ മൂല്യം കൂടുതലായിരിക്കും, സാധനങ്ങളുടെ വില കുറവായിരിക്കും. കാരണം എത്ര കണ്ട് സാധനങ്ങളുടെ വില കുറഞ്ഞാലും മേടിക്കാൻ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ പണമില്ല. ഇതാണ് ലോജിക്ക്. ഈ ലോജിക്ക് വെച്ച് വേണം ഈ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ. അപ്പൊ പണപ്പെരുപ്പ സമയത്ത് RBI എടുക്കുന്ന പണനയത്തിന്റെ ഉപകരണങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. RBI പണപ്പെരുപ്പ സമയത്തും പണച്ചുരുക്ക സമയത്തും 4 പണനയ ഉപകരണങ്ങൾ എടുക്കും. പണനയം എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. ഉപകരണം എന്ന് പറഞ്ഞാൽ ടൂൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ടൂൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ബാങ്ക് റേറ്റ് ആണ്, രണ്ടാമത്തെ തുറന്ന വിപണി പ്രവർത്തനം എന്ന് പറയും, മൂന്നാമത്തെ CRR, നാലാമത്തെ സ്റ്റെറിലൈസേഷൻ നടപടി. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തോളാം. ഈ 4 നടപടികളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണപ്പെരുപ്പ സമയത്തും പണച്ചുരുക്ക സമയത്തും എടുക്കുന്നത്.
ഒന്നാമത്തെ ബാങ്ക് റേറ്റ്, രണ്ടാമത്തെ തുറന്ന വിപണി പ്രവർത്തനം, മൂന്നാമത്തെ CRR, നാലാമത്തെ സ്റ്റെറിലൈസേഷൻ നടപടി. ഞാൻ ഈ പറയുന്നതിനകത്ത് വ്യത്യസ്തമാകുന്നത് എന്താണ്? ഈ പറയുന്ന ബാങ്ക് റേറ്റ് ഉണ്ടായിരുന്നല്ലോ 4എണ്ണത്തിൽ, തുറന്ന വിപണി പ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ, CRR ഉണ്ടായിരുന്നല്ലോ, ഈ പറഞ്ഞ ഹൈപ്പവേർഡ് മണി ഉണ്ടോ? ഇല്ല. അപ്പൊ ഹൈപ്പവേർഡ് മണിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ പറയുന്നവയിൽ പണപ്പെരുപ്പ സമയത്ത് നിങ്ങൾ എന്താണ് ഹൈപ്പവേർഡ് മണി എന്ന് പോലും ഓർക്കണ്ടെന്നേ. NCERT സ്കൂൾ ടെക്സ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. NCERT സ്കൂൾ ടെക്സ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഹൈപ്പവേർഡ് മണി, എന്താണ് പണപ്പെരുപ്പം, എന്താണ് ഈ പറഞ്ഞ ബാങ്ക് റേറ്റ്, എന്താണ് തുറന്ന വിപണി പ്രവർത്തനം, എന്താണ് CRR, എന്താണ് സ്റ്റെറിലൈസേഷൻ നടപടി എന്ന് പറയാൻ പോവാം. ഒന്നുമില്ല, ഒറ്റ ലോജിക്ക് മാത്രം. ഹൈപ്പവേർഡ് മണി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ, അപ്പൊ അവിടെ ഇന്ത്യക്കൊരു കേന്ദ്ര ബാങ്ക് ഉണ്ട്, RBI ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കും RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ പേര് ഹിൽട്ടണിയൻ കമ്മീഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊരു ടെക്സ്റ്റ് വായിച്ചാൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിനോടൊപ്പം തരുന്ന രണ്ട് PDF നോട്ട് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് വർക്കൗട്ട് ഭാഷയിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ വായിക്കുമ്പോൾ ആ ബേസ് കിട്ടും. അപ്പോൾ ഈ രാജ്യത്തിന്റെ കേന്ദ്ര ധനകാര്യ സ്ഥാപനം എന്ന് വെച്ചാൽ RBI. ആ RBIയുടെ മൊത്തം ബാധ്യതയെ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പവേർഡ് മണി. അപ്പൊ എൻ്റെ മൊത്തം ബാധ്യത എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൈപ്പവേർഡ് മണിയാണ്. ഇപ്പൊ ഇവിടെ ലോജിക്ക് ഇതാണ്, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ RBI. ആ RBIയുടെ മൊത്തം ബാധ്യതയെ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പവേർഡ് മണി. RBIക്ക് എന്തോ ഈ ബാധ്യത? RBI ഈ പറഞ്ഞ കറൻസി നിർമ്മിക്കുന്നു, അതൊരു ബാധ്യതയാണ്. ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പല പല കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നും അവർക്ക് അവരുടെ എമൗണ്ട് റിസർവ് ആയിട്ട് മാറ്റി എടുത്തു വെച്ചപ്പോണ്ട്, ക്യാഷ് റിസർവ് ആയിട്ട്, ഇതെല്ലാം ബാധ്യത തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പവേർഡ് മണി. വേറെ ഒരു തിയറിയിലേക്ക് നിങ്ങൾ പോകണ്ട. ഒരു രാജ്യത്തിന്റെ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ RBIയുടെ മൊത്തം ബാധ്യത അറിയപ്പെടുന്ന പേര് ഹൈപ്പവേർഡ് മണി എന്നാണ്. അങ്ങനെങ്കിലും ഓർത്തു വെച്ചാൽ മതി. ഇനി ഈ ഹൈപ്പവേർഡ് മണിയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പണപരമായ അടിത്തറ. നോക്കൂ, ഒന്നുമില്ല, 100 കോടി രൂപയുടെ കറൻസി ഇന്ത്യയിൽ RBI അച്ചടിച്ചിറക്കിയെന്നിരിക്കട്ടെ. അങ്ങനെ ചുമ്മാ അങ്ങ് അടിച്ചിറക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും പറയുവാണ്, 100 കോടി രൂപയുടെ കറൻസി ഇന്ത്യ എന്ന മഹാരാജ്യത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിച്ചിറക്കിയെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പണപരമായ അടിത്തറ എന്ന് പറഞ്ഞാൽ അതിൽ ആരും ഉൾപ്പെടും? ഈ പറയുന്ന 100 കോടി അല്ലെങ്കിൽ 1000 കോടി രൂപയും ഉൾപ്പെടുത്തില്ലയോ? ഇതാണ് ഹൈപ്പവേർഡ് മണി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹൈപ്പവേർഡ് മണിയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? പണപരമായ അടിത്തറ. ഇംഗ്ലീഷിൽ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ മോണിറ്ററി ബേസ് എന്നാ പറയുന്നത്. പണപരമായ അടിത്തറ അല്ലെങ്കിൽ മോണിറ്ററി ബേസ്. ഇനി NCERT സ്കൂൾ ടെക്സ്റ്റിൽ ഈ പറഞ്ഞ ഹൈപ്പവേർഡ് മണിക്ക് ഒരു ഇക്വേഷൻ കൊടുത്തേപ്പോണ്ട്. ഹൈപ്പവേർഡ് മണി എന്ന് പറഞ്ഞാൽ H ഈക്വൽ ടു CU പ്ലസ് R. CU എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കണ്ട, നിങ്ങളുടെ കൈകളിലും എൻ്റെ കയ്യിലും ഒക്കെ വെക്കുന്ന കറൻസിയുടെ അളവിനെ അറിയപ്പെടുന്ന പേരാണ് CU. അപ്പൊ കൈവശം വെക്കുന്ന കറൻസിയുടെ അളവ്, ഇപ്പൊ ഇവിടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് 100 കോടി രൂപയുടെ കറൻസി RBI നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മഹാരാജ്യത്ത് ഈ 100 കോടി രൂപയുടെ കറൻസി ഉണ്ട്, അതാണ് അർത്ഥം. ഇപ്പൊ കൈവശം വെക്കുന്ന കറൻസിയുടെ അളവിനോടൊപ്പം റിസർവ് പണം. എന്തോ ഈ റിസർവ് പണം എന്ന് പറഞ്ഞാൽ? ഈ പറയുന്ന നമുക്കറിയാം SBI, ഈ പറഞ്ഞ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യും? കയ്യിൽ കുറച്ച് പണം കരുതും. ഇതിനെ അറിയപ്പെടുന്ന പേര് റിസർവ് പണം എന്നാണ്. ഇനി ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ കുറച്ച് പണം റിസർവ് ചെയ്യും. അതിനെ അറിയപ്പെടുന്ന പേര് റിസർവ് മണി എന്നാണ്. ഇത് മൊത്തം കൂടെ സം ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പവേർഡ് മണി. അപ്പൊ ഹൈപ്പവേർഡ് മണിയുടെ മറ്റൊരു പേര് പണപരമായ അടിത്തറ എന്നാണ്. H സമം CU പ്ലസ് R ഇക്വേഷൻ ഓർത്തു വെക്കണം. കാരണം ഇത്രയും ഡെപ്തിൽ പഠിക്കാനുള്ള പ്രധാന കാരണം ഇത് NCERT സ്കൂൾ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ്. നോക്കൂ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ, 10th ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതൊരു ബേസ് ആയിട്ട് കിട്ടണം. അതിനുവേണ്ടിയാണ് ഈ കണ്ടന്റുകളെല്ലാം പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ പറയുന്ന ഇതേ ടോപ്പിക്ക് തന്നെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഡിഗ്രി നിലവാരത്തിലുള്ള സബ് ഇൻസ്പെക്ടർ തുടങ്ങിയിട്ടുള്ള പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യുമ്പം അതിനകത്ത് ഉൾപ്പെടും ഈ പറഞ്ഞ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള കണ്ടന്റിൽ വരും. റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ് റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നതാണ്. അത് പഠിക്കണം. അപ്പൊ രണ്ടിടത്തും നിങ്ങൾ നോക്കൂ, കോമൺ ആയിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിക്കുന്ന കണ്ടന്റ് ഡെപ്തിൽ പഠിച്ചാൽ ഇവിടെ യൂസ്ഫുൾ ആവും.
സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ആ തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവും. നമ്മൾ ഇനി അടുത്ത ദിവസം മുതൽ ഓരോ മത്സര പരീക്ഷയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഓരോ മെറ്റീരിയൽസ് സഹിതം ഡിസ്കസ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം മുതൽ ഇതാണ്ട് കേരള ചരിത്ര നവോത്ഥാനം എന്നറിയപ്പെടുന്ന ഏരിയ ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സും കണ്ടന്റും നോട്ടുമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനോടൊപ്പം ഈ പറയുന്ന PDF നോട്ട് എല്ലാം കൊടുക്കും. ഈ പറയുന്ന ശ്രീധര മേനോൻ സാറിന്റെ കേരള ചരിത്ര കണ്ടന്റ് ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്ത ദിവസം മുതൽ. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം ഒരു 20-ൽ കൂടുതൽ മാർക്ക് എല്ലാ പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന ഒരു പരീക്ഷയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്നറിയപ്പെടുന്ന ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ വർക്കൗട്ട് ബാച്ചിൽ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ യൂട്യൂബ് ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്തുള്ള കണ്ടന്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മുഴുവൻ സഹായവും ഈ കൂട്ടായ്മ ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു പോവുക, പഠിച്ചു പോവുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് വർക്കൗട്ട് ബാച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാന് 10th ലെവൽ മെയിൻസ് സല്യൂട്ട് 2025 എന്ന് പറഞ്ഞ 2025-ലെ CPO, ഫയർ വുമൺ, ഫയർമാൻ, സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെയുള്ള മുഴുവൻ പരീക്ഷകൾക്ക് യൂണിഫോം തസ്തികയ്ക്ക് വേണ്ടിയുള്ള ഒരു വർക്കൗട്ട് ബാച്ചാണ് സല്യൂട്ട് 2025. അതിനുള്ള വർക്കൗട്ട് ബാച്ച് ഉണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിനുള്ള വർക്കൗട്ട് ബാച്ച് ഉണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് സെയിൽസ്മാനുള്ള വർക്കൗട്ട് ബാച്ചും ഉണ്ട്. വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക. അതിനുശേഷം നിങ്ങൾ വ്യക്തമായി നിങ്ങളുടെ പേര്, വർക്കൗട്ട് ബാച്ച്, ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വർക്കൗട്ട് ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങളുടെ പേര്. ദെൻ 10th ലെവൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ദെൻ അതിനുശേഷം നിങ്ങളുടെ പേര്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ഈ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റൂ. നിങ്ങൾക്ക് PDF നോട്ടും ക്ലാസ്സും എല്ലാം കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ ഒരു ത്രൂവിലാണ്. അത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, എന്താണ് പണപ്പെരുപ്പ് അല്ലെങ്കിൽ എന്താണ് പണച്ചുരുക്കം എന്ന് പറഞ്ഞു. ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒന്ന്, പണപ്പെരുപ്പം അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷ് വാക്കാണ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇൻഫ്ലേഷനും ഉണ്ട്, ഡിഫ്ലേഷനും ഉണ്ട്. പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ എന്നാണ്. അപ്പൊ ഇവിടെ നോക്കൂ, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. പണപ്പെരുപ്പം എന്ന് പറയുമ്പോൾ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പത്തിന്റെ മറ്റൊരു പേരാണ് നാണ്യപ്പെരുപ്പം. അതിന്റെ മറ്റൊരു പേരാണ് നാണയപ്പെരുപ്പം. ഇത് മൂന്നും ഒരേ ലോജിക്കാണ്. പണപ്പെരുപ്പം തന്നെയാണ് നാണ്യപ്പെരുപ്പം, അത് തന്നെയാണ് നാണയപ്പെരുപ്പം. എന്താണെന്ന് മാത്രം ഓർത്ത് നോക്കൂ, വേറെ ഒന്നുമില്ല. എന്റെയും നിങ്ങളുടെയും കയ്യിലെല്ലാം പണമുണ്ട്. അപ്പൊ പണത്തിന്റെ അളവ് എന്തായിരിക്കും? കൂടുതൽ. പണത്തിന്റെ അളവ് എന്താണ്? കൂടുതലാണ്. അപ്പൊ പണത്തിന്റെ അളവ് കൂടുതലാണ്, പണപ്പെരുപ്പം. ദെൻ പണത്തിന്റെ അളവ് കൂടുതലാവുമ്പം പണത്തിന്റെ മൂല്യം, ആ പണത്തോടുള്ളൊരു മൂല്യം എന്തായിരിക്കും? അത് കുറവായിരിക്കും. പണത്തിന്റെ അളവ് കൂടുതൽ, പണത്തിന്റെ മൂല്യം എന്ത്? കുറവ്. ഓക്കെ. ദെൻ മൂന്നാമത്തത് സാധനങ്ങളുടെ വില. ആ സമയത്ത് സാധനങ്ങളുടെ വില എന്തായിരിക്കും? അത് കൂടുതലായിരിക്കും. എത്ര കണ്ട് വില കൂടിയാലും മേടിക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ട്? പണമുണ്ട് എന്നല്ലേ പറയുന്നത്. ഇനി വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുന്നേ. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. ഒന്നാമത്തെ ടൈം നമ്മളെല്ലാവരും ഉദ്യോഗാർത്ഥികളാണ്. 2025-26 ഒരൊറ്റ എക്സാമേ ഉള്ളൂ. നമ്മൾ എഴുതാൻ ഒറ്റ എക്സാമേ നമുക്കുള്ളൂ. നമ്മുടെ മുന്നിൽ ഒറ്റ എക്സാമേ ഉള്ളൂ. ജീവിതത്തിൽ ഇനി പരീക്ഷയില്ല. അപ്പൊ എന്തുവാ നമ്മുടെ അർത്ഥം? എന്തുവാ? പരീക്ഷയുടെ എണ്ണം കുറവ്. പരീക്ഷയുടെ എണ്ണം കുറവാകുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ പരീക്ഷയുടെ മൂല്യം എന്തുമായിരിക്കും? കൂടുതലാ. കൂടുതൽ ആളുകളും ഇതേ കിട്ടിയേ തീരുമെന്ന് ആത്മാർത്ഥമായി വാല്യൂ കൂടുതലാക്കി പഠിക്കും. ആ സമയത്ത് പരീക്ഷയുടെ എണ്ണം കുറവില്ലയോ? ഇതാണ് ലോജിക്ക്. ഈ ലോജിക്ക് തന്നെ പണത്തിന്റെ കേസിൽ ഒന്ന് ആലോചിച്ചാൽ മതി. എന്റെയും നിങ്ങളുടെയും കയ്യിൽ പണം കണ്ടമാനം ഉണ്ടെന്നേ. ഇപ്പൊ ഞാനൊരു ദരിദ്രനാണ്, ഞാനൊരു ഭിക്ഷാടകനാണ്, എന്റെ കയ്യിലും ഉണ്ട് 10,000 രൂപ. അനിൽ അംബാനിയുടെ കയ്യിലും ഉണ്ട് 10,000 രൂപ. മുകേഷ് അംബാനിയുടെ കയ്യിലും ഉണ്ട് 10,000 രൂപ. രത്തൻ ടാറ്റയുടെ കയ്യിലും ഉണ്ട് ഈ പറഞ്ഞ, അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെ കയ്യിലും ഉണ്ട് ഈ പറയുന്ന എമൗണ്ട്. എങ്കിൽ പണത്തിന്റെ അളവ് കൂടുതലാണ്. ഇതൊരു ലോജിക്കായിട്ട് ഓർക്കാൻ വേണ്ടിയാ പറയുന്നത്. ഒരിക്കലും എക്കണോമിക്സ് അങ്ങനെയല്ല പഠിക്കേണ്ടത്. നമുക്ക് മത്സര പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കിട്ടണം. പണത്തിന്റെ അളവ് കൂടുതലാണ് പണപ്പെരുപ്പം. അപ്പൊ പണത്തിന്റെ അളവ് കൂടുതലാകുമ്പോൾ പണത്തിന്റെ മൂല്യം എന്തായിരിക്കും? കുറവായിരിക്കും. ആ സമയത്ത് സാധനങ്ങളുടെ വില എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതിനെ അറിയപ്പെടുന്ന പേരാണ് വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. നേരെ തിരിഞ്ഞു പോയത്. ഇനി ഓപ്പോസിറ്റ് ഭാഗം പണച്ചുരുക്കം എന്ന് പറഞ്ഞാൽ എന്തുവാ? പണം ചുരുങ്ങുന്നു എന്ന് വെച്ചാൽ നാണ്യം ചുരുങ്ങുന്നു. നാണ്യ ചുരുക്കം, അതും അല്ലെങ്കിൽ നാണയ ചുരുക്കം, ഡിഫ്ലേഷൻ എന്ന് പറയും. അപ്പൊ പണത്തിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ പണത്തിന്റെ അളവ് എന്ത്? കുറവ്. പണത്തിന്റെ അളവ് കുറവ്. അപ്പൊ പണത്തിന്റെ അളവ് കുറവാകുമ്പോൾ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തില്ല? പണമില്ല. ഇപ്പൊ ഞാൻ ദരിദ്രനാണ്, രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ദരിദ്രനാണെങ്കിൽ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെന്നേ. പണത്തിന്റെ അളവ് കുറവാണ്. അപ്പൊ പണത്തിന്റെ മൂല്യം എന്തായിരിക്കും? പണത്തിന്റെ മൂല്യം കൂടുതൽ. ആ സമയത്ത് സാധനങ്ങളുടെ വില എന്താണ്? കുറവ്. എത്ര കണ്ട് വില കുറഞ്ഞാലും മേടിക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തില്ല?
പണമില്ല. ഇതാണ് ലോജിക്ക്, ഇതാണ് പണപ്പെരുപ്പവും പണച്ചുരുക്കവും. ഇനി നമ്മൾ ഡിഗ്രി നിലവാരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തോളാം. ഇതൊരു ബേസ് കിട്ടിയേ, ഈ ബേസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ബേസിന്റെ പുറത്താണ് നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇനി ഈ പറയുന്ന പണപ്പെരുപ്പ സമയത്തും പണചുരുക്ക സമയത്തും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കേന്ദ്ര ബാങ്ക് പണനയം എന്ന് പറഞ്ഞൊരു സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യും. ഒന്നുമില്ല, 3 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഒന്ന്, പണലഭ്യത. രണ്ടാമത്തത് പണത്തിന്റെ അളവ്. മൂന്നാമത്തത് പലിശ നിരക്ക്. വീണ്ടും ആവർത്തിക്കുന്നു, പണത്തിന്റെ ലഭ്യത അല്ലെങ്കിൽ പണലഭ്യത, പണത്തിന്റെ അളവ്, ദെൻ പലിശ നിരക്ക്. ഈ 3 കാര്യങ്ങളെ സംബന്ധിക്കുന്ന കേന്ദ്ര ബാങ്കിന്റെ നയത്തിന്റെ പേരാണ് പണനയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പണപ്പെരുപ്പ സമയത്ത് അല്ലെങ്കിൽ പണച്ചുരുക്ക സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 4 പ്രധാനപ്പെട്ട ടൂൾ എടുക്കും. പ്രധാനപ്പെട്ട 4 ടൂൾ എടുക്കും. ഒന്നാമത്തത് ബാങ്ക് റേറ്റ്, രണ്ടാമത്തത് തുറന്ന വിപണി പ്രവർത്തനം, മൂന്നാമത്തത് CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ, നാലാമത്തത് സ്റ്റെറിലൈസേഷൻ നടപടി. ഒരു കാര്യം മാത്രം ചിന്തിച്ചോണേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കുന്നത്. ഇതാണ് പണനയത്തിന്റെ ഉപകരണങ്ങൾ. ഒന്നാമത്തത് പണപ്പെരുപ്പം, രണ്ടാമത്തത് പണ ചുരുക്കം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒറ്റ കാര്യം മാത്രം, ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ബാങ്ക് റേറ്റ്, ഞാനൊരു ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് എടുക്കുന്നു, ഞാനൊരു 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിന് മാസാമാസം വർഷാവർഷം എനിക്ക് പലിശ കിട്ടുമല്ലോ. ഇതാണല്ലോ ബാങ്ക് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നേരെ തിരിച്ച് എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് 10,000 രൂപ ലോൺ പോയി എടുത്തു, അതേ ബാങ്കിൽ, അതേ ബ്രാഞ്ചിൽ, അതേ ബാങ്കിൽ പോയി ലോൺ എടുത്തു. അവന് ഈ 10% പലിശ നിരക്കിലായിരിക്കണം എന്നില്ല ലോൺ കൊടുക്കുന്നത്, ചിലപ്പം 12% പലിശക്കായിരിക്കും. അപ്പൊ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് 10%, എക്സാമ്പിൾ ആണേ പറയുന്നത്, 10% പലിശ നിരക്കിലാണ്. അപ്പൊ 10,000 രൂപയ്ക്ക് 10% എന്ന് പറഞ്ഞാൽ 1000 രൂപ ഒരു വർഷം കിട്ടുമെന്നിരിക്കട്ടെ. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഒരു വർഷം 1000 രൂപ കിട്ടുമെന്നിരിക്കട്ടെ. എങ്കിൽ ലോൺ എടുത്തവൻ ഒരു വർഷം അടയ്ക്കേണ്ടത് 1500 ആയിരിക്കും. ഇതാണ് ബാങ്കിന്റെ രീതി. ഈ ബാങ്കിന് ഒരു ലാഭം വേണ്ടേ? ബാങ്കിന് ഒരു കൊമേഴ്സ്യൽ, ഏത് ബാങ്ക് എടുത്താലും ആ ബാങ്കിന് ഒരു ലാഭം ഉണ്ടായിരിക്കുമല്ലോ. ആ ലാഭത്തിന്റെ പേരാണ് വ്യാപനം അല്ലെങ്കിൽ സ്പ്രെഡ്. NCERT സ്കൂൾ ടെക്സ്റ്റിൽ റാങ്ക് മേക്കിംഗ് കണ്ടന്റ് ആയിട്ട് കൊടുത്തേപ്പോണ്ട് സ്പ്രെഡ് അല്ലെങ്കിൽ വ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങി, നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, നിങ്ങൾക്ക് ലാഭം, പ്രോഫിറ്റ് എന്നാ പറയുന്നത്. പക്ഷേ കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ വാണിജ്യ ബാങ്കുകൾ പ്രോഫിറ്റ് എന്നല്ല പറയുന്നത്, സ്പ്രെഡ് അല്ലെങ്കിൽ വ്യാപനം എന്നാ പറയുന്നത്. അപ്പൊ വ്യാപനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പലിശ നിരക്കിലുള്ള വ്യത്യാസമാണ്. അപ്പൊ 10% പലിശ നിരക്ക് ഡെപ്പോസിറ്റിന് കൊടുത്തു, ലോണിന് 15% ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ 5% എന്താണ് വ്യത്യാസം? 5% വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 5% ആരുടെ ലാഭം? കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിന്റെ ലാഭം. ഇതൊന്ന് ഓർത്തു വെച്ചാണ്. പണനയത്തിന്റെ ഉപകരണങ്ങൾ 4 ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനം, CRR, സ്റ്റെറിലൈസേഷൻ നടപടി. ഇത് എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. എക്കണോമിക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെപ്ത് കണ്ടന്റിലുള്ള ടെക്സ്റ്റ് ബേസ് ചെയ്ത് നമ്മൾ തരും. ഇത് NCERT സ്കൂൾ ടെക്സ്റ്റിൽ ഈ പറയുന്നേക്കുന്ന പണനയത്തിന്റെ ഉപകരണങ്ങൾ മാത്രമാണ് കൊടുത്തേക്കുന്നത്. ഡീറ്റെയിൽ കണ്ടന്റ് അടുത്ത ദിവസം എടുത്തോളാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളൊന്ന് വർക്ക് ചെയ്യും. 2024 ഡിസംബർ വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും പരിശോധിച്ചു. അതിനകത്ത് ഡിഗ്രി നിലവാരത്തിലുള്ള എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, +2 നിലവാരത്തിലുള്ള എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്, ദെൻ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഒരിക്കലും എക്കണോമിക്സ് വേണ്ട, എന്നിരുന്നാലും മെയിൻ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ച പ്രധാനപ്പെട്ട എക്കണോമിക്സ് ചോദ്യങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ? നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നു. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ബേസ് കണ്ടന്റ് കിട്ടിയേ. NCERT സ്കൂൾ ടെക്സ്റ്റ് ആണ് എടുത്തത്. അടുത്ത ചോദ്യത്തിലേക്ക് വരും. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതേത്? ഉൾപ്പെടാത്തതെന്നല്ല, ഉൾപ്പെടുന്നത്. നോക്കൂ, നോട്ട് അച്ചടിച്ചിറക്കൽ. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും വാണിജ്യ ബാങ്ക്, എൻ്റെ വീടിനപ്പുറത്ത് ഒരു SBI ഉണ്ട്, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു കാനറ ബാങ്ക് ഉണ്ട്, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു ധനലക്ഷ്മി ബാങ്ക് ഉണ്ട്, അവരേതെങ്കിലും ബാങ്ക് അവിടെ സ്വന്തമായിട്ട് നോട്ട് അച്ചടിച്ചിറക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ അച്ചടിച്ചിറക്കുവാണെങ്കിൽ അവര് എന്താണ്, ഏതെങ്കിലും എന്താ പറഞ്ഞ തുറുങ്കിൽ അടയ്ക്കപ്പെടും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റൂ. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ, കോടതി മുഖാന്തരം ജയിലിലൊക്കെ പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കമ്മട്ട ഇറക്കി നോട്ട് അച്ചടിച്ചിറക്കുന്നു വരും. ഓക്കെ, കള്ളപ്പണം അല്ലെങ്കിൽ കള്ളനോട്ട്. ഓക്കെ, ഒന്നാമത്തത് നോട്ട് അച്ചടിച്ചിറക്കൽ ആരുടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒന്നാമത്തെ ധർമ്മമാണ് നോട്ട് അച്ചടിച്ചിറക്കൽ. ഇന്ത്യൻ കറൻസി ഉൾപ്പെടെ, അതായത് 1 രൂപ കറൻസി ഒഴികെ ബാക്കിയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1 രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. നമ്മൾ പഠിക്കുന്നതാണ്. അത് എൻ്റെ സഹായം വേണ്ട, നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിച്ചാൽ, ആ PDF കൊടുത്തേക്കുന്നത് 2 PDF-ൽ ഒരു PDF വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും.
ഓപ്ഷൻ ഒന്നാമത്തെ നോട്ട് അച്ചടി ചരക്കിൽ ആരുടെ? RBI ആണ്. രണ്ടാമത്തത് ഇന്ത്യയിലെ വായ്പയെ നിയന്ത്രിക്കുന്നത് RBI. ഇന്ത്യയുടെ വായ്പയെ നിയന്ത്രിക്കുന്ന SBI ആണോ? അല്ല. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതും എൻക്യാഷ് ചെയ്യുന്നതും ആരാണ്? അത് നേരത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്നറിയപ്പെടുന്ന സംവിധാനം ക്യാൻസൽ ചെയ്തു. എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കറണ്ട് അഫയേഴ്സ് കണ്ടന്റിൽ തന്നോളാം. അപ്പോൾ വായ്പ നിയന്ത്രിക്കുന്നതും ആര് തന്നെ? RBI ആണ്. ദെൻ സി ഓപ്ഷൻ നോക്കിയ സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഗവൺമെന്റിന്റെ ബാങ്കർ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? RBI ആണ്. അപ്പൊ ഈ 3 ഓപ്ഷൻ എ നോട്ട് അച്ചടി ചരക്കിൽ RBI, ഓപ്ഷൻ ബി വായ്പ നിയന്ത്രിക്കൽ RBI, ഓപ്ഷൻ സി സർക്കാരിന്റെ ബാങ്ക് RBI. എങ്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ ആരാ? വാണിജ്യ ബാങ്കിന്റെ ധർമ്മമാണ്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന നമ്മളെല്ലാവരും ഒരു വാണിജ്യ ബാങ്കിലെ സ്റ്റാഫാണ്, ക്ലർക്കാണ്, അല്ലെങ്കിൽ മാനേജർ ആണെന്നിരിക്കട്ടെ. അവിടുത്തെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കലും എന്ത് കൊടുക്കലും? വായ്പകൾ നൽകലും. ഈ നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പം ഒരു പലിശ നിരക്കുണ്ട്. നിക്ഷേപം സ്വീകരിക്കുന്നത് 10% പലിശ നിരക്കാണെങ്കിൽ ലോൺ കൊടുക്കുന്നത് ചിലപ്പോൾ 15% പലിശയിലായിരിക്കും. ഈ തമ്മിലുള്ള വ്യത്യാസത്തെ അറിയപ്പെടുന്ന പേരാണ് വ്യാപനം അല്ലെങ്കിൽ സ്പ്രെഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസറിലേക്ക് വരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അത് ഓർത്തു വെക്കണം. ഇനി ഇതിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒന്ന്, ഈ പറഞ്ഞ വാണിജ്യ ബാങ്കുകൾക്കെല്ലാം നിക്ഷേപങ്ങളുണ്ട്, ശരിയല്ലേ? 3 പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ NCERT-യിലും SCERT-യിലും കൊടുത്തപ്പോണ്ട് അതങ്ങോട്ട് പറഞ്ഞു തരുക. വാണിജ്യ ബാങ്ക് സ്വീകരിക്കുന്ന 3 പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ. ഒന്ന്, സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, സ്കൂൾ ടെക്സ്റ്റിൽ മലയാള പദം വരുമ്പോൾ നമ്മളെ കുഴപ്പിച്ചു കളയും. രണ്ടാമത്തതാണ് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുഴപ്പിച്ചു കളയും. കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷന് വേണ്ടി. സേവിങ്സ് വേറെ, കറണ്ട് വേറെ, രണ്ടാണ്. സേവിങ്സ് ഡെപ്പോസിറ്റ് വേറെ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ സേവിങ്സ് ഡെപ്പോസിറ്റ്, നിങ്ങൾ ബാങ്കിൽ പോയി ഒരു സേവിങ്സ് ഡെപ്പോസിറ്റ് ഓപ്പൺ ആക്കിയെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണം അടയ്ക്കാം, എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാനുള്ള ഒരു ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് സേവിങ്സ് ഡെപ്പോസിറ്റ്. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും സേവിങ്സ് ഡെപ്പോസിറ്റിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങൾ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ ഒരു അക്കൗണ്ടിലേക്ക് തുടർച്ചയായിട്ട് സേവിങ്സ് ഡെപ്പോസിറ്റ് ഉള്ള അക്കൗണ്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് ഈ പറയുന്ന അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ആവും. ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ഇങ്ങനെ. അത് എന്താണെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ. പക്ഷേ അത് കറണ്ട് ഡെപ്പോസിറ്റ് ആണെന്നിരിക്കട്ടെ. ഇപ്പൊ ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് കറണ്ട് ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റ് എടുക്കണമെങ്കിൽ ചെക്കൊക്കെ കൊടുക്കണം, അതിന് വേറെ ഫോർമാലിറ്റി ഒക്കെയാണുള്ളത്. ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിൽ പ്രൊസീജിയർ ഒന്നുമില്ല. പിന്നെ അതിന്റെ ട്രാൻസാക്ഷൻ മറ്റു കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പ്രത്യേക ഒരു റെസ്ട്രിക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ FD എന്ന് പറയും. നാലാമത്തതാണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ RD, റക്കറന്റ് ഡെപ്പോസിറ്റ്. ഈ 4 തരം ഡെപ്പോസിറ്റുകളെ ഒന്ന് ഓർത്തു വെക്കുക. സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തിത നിക്ഷേപം. നോക്കൂ, വേറെ ഒന്നുമില്ല. എന്തായാലും 2025 നിങ്ങൾ സെക്രട്ടേറിയറ്റിന് ഫോക്കസ് ചെയ്യുന്നു, അസിസ്റ്റന്റ് സെയിൽസ്മാന് ഫോക്കസ് ചെയ്യുന്നു, 10th ലെവൽ മെയിൻസിന് ഫോക്കസ് ചെയ്യുന്നു. എന്തായാലും 2025 ജോലി കയറുക. നിങ്ങൾ ജോലി കയറിയതിനു ശേഷം മാസം കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 30,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപ ബാങ്കിലേക്ക് വരികയാണ് ഗവൺമെന്റിന്റെ സാലറി ആയിട്ട്. എങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു 5,000 രൂപ വീതം RD ഇടും. നമ്മുടെ വീടിനടുത്തൊക്കെ പോസ്റ്റ് ഓഫീസിൽ ഓരോ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ RD കളക്ട് ചെയ്യാൻ വേണ്ടി RD ഏജന്റുമാരുണ്ട്. അവർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ എമൗണ്ട് അല്ല, ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും കൊടുക്കും. അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ചിലപ്പോൾ 1 വർഷമാകാം, ചിലപ്പോൾ 2 വർഷമാകാം, ചിലപ്പോൾ 3 വർഷമാകാം. അപ്പം ഓരോ മാസവും ഇത്ര എമൗണ്ട് കൃത്യമായി കൊടുക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് റക്കറന്റ് ഡെപ്പോസിറ്റ്. ആവർത്തിച്ച് അതേ എമൗണ്ട് തന്നെ കൊടുക്കും. ഇനി നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇതിൽ ഏറ്റവും കൂടുതൽ പലിശ നിരക്കുള്ളത് അത് FD, സ്ഥിര നിക്ഷേപത്തിനാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ് ഏറ്റവും കൂടുതൽ പലിശ നിരക്കുള്ളത്. ഏറ്റവും കുറവ് പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ അത് കറണ്ട് ഡെപ്പോസിറ്റും. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഏറ്റവും കുറവെന്നല്ല, ചില മെറ്റീരിയൽസ് കൊടുത്തപ്പോണ്ട് പലിശ നിരക്കേ ഇല്ലാത്ത ഡെപ്പോസിറ്റ് ആണ് കറണ്ട് ഡെപ്പോസിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അടുത്തത്, വാണിജ്യ ബാങ്കുകളുടെ ലാഭത്തെ അറിയപ്പെടുന്ന പേരാണ് വ്യാപനം അല്ലെങ്കിൽ സ്പ്രെഡ്. സ്പ്രെഡ് കാണാനുള്ള ഇക്വേഷൻ, സ്പ്രെഡ് സമമാണ് സ്പ്രെഡ് ഈക്വൽ ടു ലോൺ റേറ്റ് മൈനസ് ഡെപ്പോസിറ്റ് റേറ്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ലോൺ റേറ്റ് ആണ് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കേണ്ടത്, ഡെപ്പോസിറ്റ് റേറ്റ് എപ്പോഴും കുറവായിരിക്കുമെന്നേ.
ഇതാണ് സ്പ്രെഡ് അല്ലെങ്കിൽ എന്ത് വ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ ലാഭത്തെ അറിയപ്പെടുന്ന പേരെന്താ? വ്യാപനം അല്ലെങ്കിൽ സ്പ്രെഡ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം ഇന്ന് ഇത് മാത്രം പഠിച്ചാൽ പോരാ, 2 PDF പബ്ലിഷ് ചെയ്തപ്പോൾ അതിൽ കൊമേഴ്സ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റുകളെല്ലാം വായിച്ചിട്ട് ഇന്നത്തെ 9 മണിക്കത്തെ എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ബാങ്കിങ് എന്ന് പറയുന്നത് തൃതീയ മേഖല ഉൾപ്പെടുന്നു. അപ്പോൾ 3 മേഖലകൾ പഠിക്കണം. 3 മേഖലകൾ പഠിക്കണം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഒരു ലോജിക്ക് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതിയെന്നേ, ഒറ്റയ്ക്കൊരു ലോജിക്ക് മാത്രം. കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാം വരുന്നത് എന്ന് വെച്ചാൽ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് കൃഷിയും അനുബന്ധ വസ്തുതകളും എല്ലാം പ്രാഥമിക മേഖലയിലാണ്. ദെൻ വ്യവസായ മറ്റു സംവിധാനങ്ങളൊക്കെ വരുന്നത് ദ്വിതീയ മേഖലയിലാണ്, രണ്ടാമത്തെ മേഖല. നിങ്ങൾക്ക് എവിടുന്നെല്ലാം സേവനം കിട്ടുന്നോ അതെല്ലാം സേവന മേഖല അല്ലെങ്കിൽ മൂന്നാമത്തെ മേഖല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തോളാം, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ചോദ്യം നമ്മൾ വീണ്ടും ആവർത്തിച്ചാണ് വിട്ടേക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഇതാണ് ചോദ്യം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? നമുക്കറിയാം, സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരള ഗ്രാമീൺ ബാങ്ക്, കേരള ബാങ്ക് തുടങ്ങിയിട്ടുള്ള സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അതിൽ കേരള ഗ്രാമീൺ ബാങ്ക് പഠിക്കത്തില്ല. ദെൻ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ പഠിക്കും. ശ്രീറാം കമ്മിറ്റിയെ പറ്റി പഠിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട CEO ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കും. അപ്പം നമുക്ക് വേണ്ടത് സഹകരണ ബാങ്ക് പഠിക്കുന്നതിന് മുമ്പ് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചേ മതിയാകൂ. ഒന്ന്, ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ. കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് AK ഗോപാലൻ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്ന രാജ്യം ഏതാണ്? അത് ഇംഗ്ലണ്ടാണ്. ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്ന രാജ്യം ഏതാണ്? അത് ഇംഗ്ലണ്ടാണ്. ഇനി ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ട്. അതിന്റെ കൂടെ പറയണം, ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് വരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നത്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ഉണ്ട്. ഏഷ്യയിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമായത് അത് കോഴിക്കോടാ. ഏഷ്യയിൽ ആദ്യ സഹകരണ മ്യൂസിയം, ഇന്ത്യയിൽ ആദ്യ സഹകരണ മ്യൂസിയം, കേരളത്തിൽ ആദ്യ സഹകരണ മ്യൂസിയം, 3ഉം ഇവിടെ തന്നെ, കോഴിക്കോട് തന്നെ. നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഈ പറയുന്ന കണ്ടന്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട ആൻസറിലേക്ക് വരുന്നു. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്തെന്നൊക്കെ ചോദ്യം. ഓപ്ഷൻ എ നോക്കി, സഹകരണം മുന്നേറ്റം. ഓപ്ഷൻ ബി, സഹകരണം സഹായം. ഓപ്ഷൻ സി, സഹകരണം സ്വയം സഹായം പരസ്പര സഹായം. ഓപ്ഷൻ ഡി, സഹകരണം സൗഹൃദം. ആൻസർ ആയിട്ട് പഠിക്കേണ്ടത് ഓപ്ഷൻ സി ആണ് ആൻസർ. സഹകരണം സ്വയം സഹായം പരസ്പര സഹായം. ഓക്കെ, ഈ 3 അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷനായ ഈ 3 കാര്യങ്ങളാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. ഇത് പഠിക്കുന്ന സമയത്താണ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്? കേരള ബാങ്കിനെ പറ്റി പഠിക്കുന്നത്, കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുന്നത്, കേരളത്തിലെ 14 ജില്ലകളുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, ആ ജില്ലാ സഹകരണ ബാങ്കുകൾ എല്ലാം കൂടെ ചേർന്നാണ് കേരള ബാങ്കിന് രൂപീകരണം കൊടുത്തത്. ആദ്യ സമയത്ത് 13 ജില്ലാ സഹകരണ ബാങ്ക് മാത്രമേ യോജിച്ചിരുന്നുള്ളൂ. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് മാറ്റി നിന്നു. അതിനുശേഷം ഈ പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കൂടി ഈ പറഞ്ഞ കേരള ബാങ്കിൽ ലയിച്ചു തുടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലോക ബാങ്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് അല്ല പറയുന്നത്, കേരള ബാങ്കുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ആണ് പറയുന്നത്. ലോക ബാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും, IMF ഡിസ്കസ് ചെയ്യും, IBRD ഒക്കെ ഡിസ്കസ് ചെയ്തോളാം. ഓക്കെ, അടുത്ത് നോക്കൂ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? തുടക്കത്തിൽ എത്ര ബാങ്കുകളെ സംയോജിപ്പിച്ചാണ്? 13. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇപ്പോൾ എത്ര ബാങ്കുകളുണ്ട്? എത്ര ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്? 14 ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ച് തന്നെയാണ് ഇപ്പം നിലവിൽ കേരളത്തിൽ ആകെ 14 ജില്ലകളാണുള്ളത്. ആ 14 ജില്ല ഉണ്ടാകുമ്പോൾ 14 ജില്ലാ സഹകരണ ബാങ്ക് വരണം. ആ 14 ജില്ലാ സഹകരണ ബാങ്കിൽ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ മാത്രമേ തുടക്കത്തിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചപ്പം സംയോജിപ്പിച്ചുള്ളൂ. ഒരു മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് വിട്ടുനിന്നു. പിന്നീട് അവരെ എന്ത് ചെയ്തു? വീണ്ടും ആഡ് ചെയ്തു. അതുകൂടി ഒന്ന് മനസ്സിലാക്കണേ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് നബാർഡ്? കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനും വേണ്ടി നിലവിൽ വന്ന ബാങ്കാണ് നബാർഡ്. ഉറപ്പായും പഠിക്കണേ, കമ്പൽസറി ആയിട്ട് പഠിക്കണം, ഒരു മാർക്ക് ഉറപ്പാണ്. കാർഷിക വികസനവും ഗ്രാമീണ വികസനവുമാണ് ഈ പറഞ്ഞ നബാർഡിന്റെ ലക്ഷ്യം. ശരിയാണ്.
കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനും വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന ബാങ്കാണ് നബാർഡ്, അല്ലെങ്കിൽ ബാങ്കിങ് സംവിധാനമാണ് നബാർഡ്. ദെൻ 1980 ജൂലൈ 12 സ്ഥാപിതമായി. തെറ്റ്. 1982 നബാർഡ് നിലവിൽ വരുന്നത്. അപ്പൊ നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. അത് ശരിയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഒക്കെ നിങ്ങൾ പഠിക്കും, അത് മുംബൈയാണ്. അപ്പൊ അതിന്റെ ആസ്ഥാനം മുംബൈ. ഏത്? നബാർഡിന്റെ ആസ്ഥാനം മുംബൈ. ശരിയാ. ഈ നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേരാണ് ശിവരാമൻ കമ്മിറ്റി. അത് ഉറപ്പാണ്, ചോദിക്കും. അപ്പൊ ഇതിൽ എ ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്, ബി തെറ്റാണ്. 1980 ജൂലൈ 12 1982 എന്ത് നിലവിൽ വരുന്നത്? നബാർഡ് നിലവിൽ വരുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, അല്ലെങ്കിൽ RIDF എന്ന് പറയും. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? ഉത്തരം നബാർഡ്. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഉൾപ്പെടെയുള്ള കണ്ടന്റ് പഠിക്കുമ്പം ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ്, ഏറ്റവും ലേറ്റസ്റ്റ് കേരള PSയുടെ PYQ ഒന്ന് ഓർത്തു വെക്കണം. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? അത് നബാർഡാണ്. അപ്പൊ നബാർഡിനെ പറ്റി അഡീഷണൽ പോയിന്റ് പഠിക്കണമല്ലോ, പറഞ്ഞു തരാം. അടുത്ത 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനം. 2020 ഏപ്രിൽ 1 ഒരു ബാങ്ക് ലയനം ഉണ്ടായിരുന്നല്ലോ. ആ ലയനത്തോടു കൂടി ഇന്ത്യയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ചോദിച്ചാൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക്. ഒന്നാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാ? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അത് ഓർത്തു വെക്കുക. നമ്മൾ ബാങ്കിങ് എന്നറിയപ്പെടുന്ന ഏരിയ മാത്രം നിങ്ങളെ എടുക്കും. ആ സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇമ്പീരിയൽ ബാങ്ക് ഉൾപ്പെടെയുള്ള കണ്ടന്റുകൾ, ഡെപ്ത് കണ്ടന്റ് ഉൾപ്പെടെ, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപനം ഉൾപ്പെടെ ഈ പറഞ്ഞ മുഴുവൻ ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് എടുത്തോളാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. തുടക്കം നിങ്ങൾക്ക് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഇക്കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം ചോദിച്ചത്, ഇങ്ങനെയൊക്കെയാണെന്നൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് NCERT സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടന്റ്. NCERTയിൽ നിന്ന് ചോദിച്ച അടുത്ത ചോദ്യം, ഒരേ ഒരു വാങ്ങലുകാരൻ മാത്രമുള്ള കമ്പോളം. എന്ത് ഈ കമ്പോളം എന്ന് പറഞ്ഞാൽ? മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളം എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് കമ്പോളം അല്ലെങ്കിൽ മാർക്കറ്റ്. മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന എക്കണോമിക്സ് നിങ്ങൾ പഠിക്കുന്നത്. അതായത് വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ഒരു പരീക്ഷാ സെന്ററിൽ, ഒരു പരീക്ഷാ ഹാളിന്റെ മുന്നിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയി. തൊട്ട് മുന്നത്ത് ആ പരീക്ഷയുടെ, അതായത് പരീക്ഷാ ഹാളിന്റെ തൊട്ട് മുന്നിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിന് തൊട്ട് മുന്നിലത്തെ ഗേറ്റിന് പുറത്ത് ഞാൻ ഒരു കട വെച്ചപ്പോൾ ഒരു വെള്ളവും ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് എന്നിരിക്കട്ടെ. നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കുന്നു, രഞ്ജിത്തെ ഒരു ഗ്ലാസ് വെള്ളം, എന്നെ പേരറിയത്തില്ല, ഒരു ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സോഡ, അല്ലെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു പേന, അല്ലെങ്കിൽ ഒരു പെൻസിൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ, എന്ത് വേണമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഞാൻ കച്ചവടക്കാരനായ ഞാൻ എന്ത് ചെയ്തു? തന്നു. സാധനം എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളമായിരിക്കാം, അതല്ലെങ്കിൽ ഈ മിനറൽ വാട്ടർ ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, തന്നു. നിങ്ങൾ എനിക്ക് പണം തന്നു. ഞാൻ തന്നത് പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ തിരിച്ച് അതിന് എന്ത് തന്നു? തിരിച്ച് അതിൻ്റെ പേയ്മെന്റ് എനിക്ക് തന്നു. നേരെ തിരിച്ച് ഞാൻ ഒരു സർവീസ് ആണെന്ന് നിങ്ങൾക്ക് തരുന്നിരിക്കട്ടെ. ഞാനൊരു ലോയറാണ്, ഞാനൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സർവീസ് എക്സ്പെർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് സേവനമാണ് ഞാൻ തന്നെങ്കിൽ ആ സേവനത്തിന് ആനുപാതികമായിട്ട് നിങ്ങൾ ഫീസ് തരണം. അപ്പൊ എന്തുമായിക്കോട്ടെ, അത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പോളം എന്ന് പറയുന്നത്. അത് എവിടെയാകാം. ഇന്ന സ്ഥലം നമ്മൾ ഉദ്ദേശിക്കുന്നപ്പോൾ എൻ്റെ ഗ്രാമപ്രദേശത്ത്, ഞാൻ ജനിച്ചു വളർന്ന പതാരം എന്ന് പറയുന്ന ഗ്രാമത്ത് ഒരു ചന്തയുണ്ട്, പതാരം ചന്ത. അവിടെ മാത്രമല്ല നമ്മൾ ഈ പറയുന്ന ചന്ത അല്ലെങ്കിൽ കമ്പോളം എന്ന് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് ഈസ് എ പ്ലേസ്, എവിരിവെയർ, എവിടെ വേണമെങ്കിലും മാർക്കറ്റ് എന്ന് പറയാം. ഏതൊരു സ്ഥലത്തും നമുക്ക് മാർക്കറ്റ് എന്ന് പറയാം. അവിടെ രണ്ട് ട്രാൻസാക്ഷൻ നടക്കണം. ഒന്നെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും കൊടുക്കണം, അതിനുള്ള പ്രതിഫലം തിരിച്ചു വാങ്ങിക്കണം. ഇതാണ് നമ്മൾ അറിയപ്പെടുന്ന പേരാണ് മാർക്കറ്റ്. അപ്പോൾ ഒരേ ഒരു വാങ്ങലുകാരൻ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്ന ആൾ ഒരേ ഒരാളെ ഉള്ളൂ എങ്കിൽ അങ്ങനെയുള്ള കമ്പോളത്തിന്റെ പേരാണ് മോണോസോണി. മറക്കല്ലേ, മോണോ എന്ന് പറഞ്ഞാൽ എന്തുവാ? സിംഗിൾ എന്ന. സോണി എന്ന് പറഞ്ഞാൽ സെല്ലർ എന്ന. മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്. ഇപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി, മോണോപൊളി. ഓപ്ഷൻ ബി ഒളിഗോപൊളി. ഓപ്ഷൻ സി മോണോസോണി. ഓപ്ഷൻ ഡിയോപൊളി. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തോളാം. ഇപ്പം ഈ ക്വസ്റ്റ്യനുകൾ ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചത്.
ഡെപ്തിൽ തന്നെ പഠിക്കണമെന്ന ധാരണ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഈ തുടക്ക ക്ലാസ് ഞാൻ ഇന്നത്തെ ദിവസം. ഒരിക്കലും ഈ ക്ലാസ് കണ്ടിട്ട് എക്കണോമിക്സ് നാശമാണ്, പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് വേണ്ട. ഇതെല്ലാം വളരെ പണപ്പെരുപ്പം പണച്ചുരുക്കം പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായി പറഞ്ഞുതരാം. മോണോപ്സോണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഒരു വാങ്ങലുകാരൻ മാത്രമുള്ള കമ്പോളത്തിന്റെ പേരാണ് മോണോപ്സോണി എന്ന് പറയുന്നത്. അതാണ് ആൻസർ ആയിട്ട് പഠിക്കേണ്ടത്. അത് അവിടെ നിൽക്കട്ടെ. അടുത്ത എട്ടാമത്തെ ചോദ്യം. ഇത്രയും ഡെപ്തിലാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? നിങ്ങളുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഉത്തരം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, വേറെ ഒന്നും ആലോചിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഉണ്ട്, 10 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ 10 രൂപയുടെ ഉപഭോഗം അല്ലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ. 100 രൂപയുണ്ട്, അപ്പൊ 100 രൂപയുടെ ഉപഭോഗം നിങ്ങൾ ചെയ്യും. 1000 രൂപ ഉണ്ടെങ്കിലോ 1000 രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ ഉപഭോഗം ചെയ്യും. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാ? ഉപഭോക്താവ്. കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു കൺസ്യൂം എ കമ്മോഡിറ്റി എന്നാ പറയുന്നത്. ഉപഭോക്താവ് എന്ന് പറഞ്ഞത് സാധനങ്ങൾ ഉപഭോക്തൃം ചെയ്യുന്ന ആളെ അറിയപ്പെടുന്നവരാ കൺസ്യൂമർ. അത് അവിടെ നിൽക്കട്ടെ, അതിലേക്കൊന്നും NCERT കണ്ടന്റിലേക്ക് പോവുകയേണ്ട. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെന്നിരിക്കട്ടെ, എങ്കിൽ നിങ്ങളുടെ ചെലവ് 10 രൂപയുടെ ചെലവായിരിക്കും? അല്ല, 1 ലക്ഷം രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ചെലവായിരിക്കും. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇപ്പൊ നിങ്ങൾ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുക. നാളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായി നിങ്ങൾക്ക് ബേസ് സ്റ്റാർട്ടിങ് ഒരു 40,000 രൂപ ശമ്പളം. ഇപ്പൊ 1 രൂപ പോലും നിങ്ങളുടെ കയ്യിലില്ല. അടുത്ത 2025 ഒരു 2-3 മാസം എക്സാം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയി, അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയി, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആയി, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഒരു ജോലി കയറി 40,000-30,000 രൂപ ശമ്പളം. എങ്കിൽ നിങ്ങളുടെ ഉപഭോഗം എന്തായിരിക്കും? 10ന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഏറ്റവും കുറവിൽ നിന്ന് കൂടുതലാവും. ദെൻ ഒരു 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഇൻക്രിമെന്റ് എല്ലാം കൂടെ ചേർത്ത് അങ്ങനെ കിട്ടത്തില്ല, അത് വേറെ കാര്യം. 1 ലക്ഷം രൂപ കിട്ടിയെന്നിരിക്കട്ടെ, മാസം 1 ലക്ഷം രൂപ. എങ്കിൽ നിങ്ങളുടെ ഉപഭോഗം എന്തിലേക്ക് മാറും? ഈ 30,000 നിന്ന് ചേഞ്ചായി 1 ലക്ഷത്തിലേക്ക് മാറും. അപ്പൊ ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ്, ഉയർന്ന. ഒന്നെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവ് എന്ന് ഉദ്ദേശിച്ച് നിങ്ങളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഉപഭോഗം എന്ത് ചെയ്യും? കൂടുതലായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ വിചാരിക്കും വരുമാനം കുറയുന്നതനുസരിച്ച് ഉപഭോഗം കുറയുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. ഇനി വരുമാനം കുറഞ്ഞു എന്ന് കരുതി നമ്മൾ ഉപഭോഗം കുറയ്ക്കുമോ? ഒരിക്കലില്ല. കടം മേടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഉപഭോഗം നടത്തും. അപ്പൊ നമുക്ക് മനുഷ്യൻ ഒരു കൺസ്യൂമർ ആണെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് അവന്റെ ജീവിത നിലവാരം മാറുമ്പം അവന്റെ കൺസംഷനും മാറും. വേറെ ഒന്നും ആലോചിക്കേണ്ട. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? അത് പോസിറ്റീവ് ആവുമെന്നാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല. ലോജിക്ക് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ വരുമാനം കൂടി എങ്കിൽ അവന്റെ ഉപഭോഗം കൂടി, ദെൻ വരുമാനം കൂടി, വീണ്ടും കൂടി, ഉപഭോഗം കൂടി, വരുമാനം വീണ്ടും കൂടി, ഉപഭോഗം കൂടി. ഇതാണ് നമുക്ക് വേണ്ടത്. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും ഇതാണ് ഉപഭോഗമെങ്കിൽ ഈ ഒരു ലൈൻ എപ്പോഴും മുകളിലോട്ട് പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടേയിരിക്കുമെന്നാണ് എക്കണോമിക്സിൽ പറയുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. സിമ്പിളായിട്ട് ഇത്രയെങ്കിലും ഓർത്തു വെക്കുക. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് ഓർത്തു വെക്കണേ. ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി കോൺകേവ്. ദയവ് ചെയ്ത് എക്കണോമിക്സ് ദുരന്തമാണ്, എക്കണോമിക്സ് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതിയേ വേണ്ട. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിപ്പം നിങ്ങൾ ഇതിന്റെ ആൻസർ മാത്രം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഉത്തരം ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി കോൺകേവ് ആണ്. ഇത് ഫിസിക്സ് അല്ല ഞാൻ എടുക്കുന്നത്, കെമിസ്ട്രി അല്ല, ഇത് എക്കണോമിക്സ് NCERT കണ്ടന്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇപ്പോഴത്തെ ന്യൂജൻ ചോദ്യമാണല്ലോ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ നോക്കിയേ. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ്. ഹരിത വിപ്ലവം നോക്കൂ. 2024 LDC പരീക്ഷ എടുത്താലും 2024 LGS പരീക്ഷ എടുത്താലും എല്ലാ പരീക്ഷയിലും ചോദിച്ചൊരു ഏരിയയാണ് ഹരിത വിപ്ലവം. അപ്പൊ ഹരിത വിപ്ലവം മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. ശരിയാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. അതും ശരിയാണ്. ഓപ്ഷൻ സി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവല്ല, അതാരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണല്ലോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MB സിംഗ് ആണ്. അത് ശരിയാണ്. ദെൻ ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ലോക ഹരിത വിപ്ലവത്തിന് പിതാവുണ്ടോ? ഉണ്ട്. അത് നോർമൻ ബോർലോഗ്. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് വേറെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് വേറെ. അപ്പൊ ഈ പറയുന്ന 4 പ്രസ്താവനകൾ. ഒന്ന്, ഹരിത വിപ്ലവം ആദ്യമായി ആരംഭിച്ച രാജ്യം മെക്സിക്കോയാണ്. ശരിയാണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. അതും ശരിയാണ്. ഓപ്ഷൻ സി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MB സിംഗ് ആണ്. ഓപ്ഷൻ ഡി. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗൗഡ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ് അതിൽ. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന PDF-ൽ ഇതിന്റെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് റിവൈസ് ചെയ്യും. ഇനി പഠിക്കുമ്പോൾ ഈ പറയുന്ന കണ്ടന്റ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് കേരള ബാങ്ക് നിലവിൽ വരുന്നത് 2019 നവംബർ 29.
കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പറയുന്ന മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് എന്ത് ചെയ്യുന്നില്ല, ലയിക്കുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ 2021 നവംബർ 3 മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ ഉൾപ്പെടെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നതിനുള്ള ബില്ല് ആര് പാസ്സാക്കുന്നു? കേരള നിയമസഭ പാസ്സാക്കി. ഇപ്പൊ നിലവിൽ എത്ര ജില്ലാ സഹകരണ ബാങ്കുകളാണ് കേരള ബാങ്കിലുള്ളത്? 14 ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ട്. രൂപീകരണ സമയത്ത് 13 ജില്ലാ സഹകരണ ബാങ്ക് ഉള്ളായിരുന്നു. കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേര് MS ശ്രീറാം കമ്മിറ്റി എന്നാണ്. കേരള ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റിന്റെ പേര് ഗോപി കോട്ടമുറിക്കൽ എന്നാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞേക്കുന്ന സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ കൂടെ ഇതും കൂടെ അപ്ഡേറ്റ് ചെയ്യണം. ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണോ? അല്ല, റോബർട്ട് ഓവൻ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ. കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് AK ഗോപാൽ. ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് നബാർഡ് രൂപീകരിക്കുന്നത് 1982 ജൂലൈ 12 ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡിനെ. വായ്പകളുടെ നിയന്ത്രകൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. തിരിഞ്ഞു പോരുത്. വായ്പകളുടെ നിയന്ത്രകൻ എന്ന് മാത്രം ചോദിക്കുവാണെങ്കിൽ ഉത്തരം RBIയും. ചെറുകിട വായ്പകളുടെ നിയന്ത്രകനോ കാർഷിക വായ്പകളുടെ നിയന്ത്രകനോ ചോദിച്ചാൽ നബാർഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് തിരുവനന്തപുരത്താണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേര് ശിവരാമൻ കമ്മിറ്റി. ശിവരാജനല്ല, ശിവരാമൻ കമ്മിറ്റി ആണെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് നബാർഡ് സ്ഥാപിച്ചത് ലക്നൌവിലാണെന്ന് മാത്രം ഓർക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കണ്ടന്റ് ഇന്നത്തെ വായനയിൽ നമ്മൾ ഉൾപ്പെടുത്തി പഠിച്ചു പോവുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പറയുന്ന പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾ ഗുണകരമായിട്ട് മാറും. ഈ ക്ലാസ് നോട്ട് മാത്രമല്ല, ഇതിന്റെ PDF നിങ്ങൾ വായിക്കണം. അതിന്റെ PDF നോട്ട് വർക്കൗട്ട് ബാച്ചിൽ കൊടുത്തിട്ടുണ്ട്. PSC ഇൻഫ്ലുവൻസറിന്റെ ഒഫീഷ്യൽ ടെലഗ്രാം ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എക്സാം രാത്രി 9 മണിക്കാണ്. ഇന്ന് പഠിക്കേണ്ട വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ട ടോപ്പിക്കിനോടൊപ്പമാണ് ഇതുകൂടി പഠിക്കണം. ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് 6ഓളം കറണ്ട് അഫേഴ്സ് ടോപ്പിക് ഉണ്ട്. അതുകൂടി വായിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഇതുകൂടി റിവൈസ് ചെയ്ത് പോകേണ്ടത്. ഇതിനോടൊപ്പം തന്നെ 2 PDF നോട്ട് കൂടി ഇന്ന് നമ്മൾ പബ്ലിഷ് ചെയ്യും. അതുകൂടി വായിക്കണം. നാളെ ഞായറാഴ്ചയാണ്. നിങ്ങൾക്ക് വർക്കുകളൊന്നുമില്ല, വർക്കൗട്ട് ബാച്ചിൽ വർക്കുകളൊന്നുമില്ല, പെൻഡിങ് ഡേ ആണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നേരത്തെ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് പെൻഡിങ് ഉള്ള മെറ്റീരിയൽസും ക്ലാസ്സും റിവിഷൻ കണ്ടന്റും തീർക്കാനുള്ള ദിവസമാണ് നാളെ. അപ്പൊ നാളെ സൺഡേ ആണ്. അഗെയിൻ തിങ്കളാഴ്ച കേരള ചരിത്രം റിവൈസ് ചെയ്യും. ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ആയിരിക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിവിഷൻ ക്ലാസ് കാണും, സയൻസ് കണ്ടന്റ് കാണും, കറണ്ട് അഫേഴ്സ് കാണും. ചൊവ്വാഴ്ച അഗെയിൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അസിസ്റ്റന്റ് സെയിൽസ്മാനും ഈ പറഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് 10th ലെവൽ മെയിൻസിനും ഒക്കെ പുതിയ 70 മാർക്കിന്റെ ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ, എക്കണോമിക്സ് ഉൾപ്പെടെ, കേരളം ഭരണ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കലാ കായിക സംസ്കാരം തുടങ്ങിയുള്ള കണ്ടന്റ് കൂടി ആഡ് ചെയ്ത് പഠിക്കണം. അതുകൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സ്റ്റഡി ടൈം ടേബിൾ ആഡ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ആത്മാർത്ഥമായി പഠിക്കുക, ആത്മാർത്ഥമായി റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടാത്തത് ഒരിക്കലും നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടല്ല, നിങ്ങൾ പരീക്ഷ എഴുതാത്തതുകൊണ്ടല്ല, നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ഒരു 2 ആഴ്ചക്ക് മുമ്പെങ്കിലും റിവിഷൻ നടത്താത്തത് കൊണ്ടാണ്. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഡെയിലി റിവിഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സിൻസിയറായിട്ട് പഠിക്കുക. 2025 നിങ്ങൾ സർക്കാർ സർവീസിൽ കയറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.